بسم الله الرحمن الرحيم. ألف لام ميم. غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون في بضع سنين. لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1370 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്ത് റൂമിൻ്റെ ആമുഖം 3-ാം ദിവസമാണിന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ. ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ ബിനസ്രില്ലാഹി യൻസുറു മൻ യശാ വഹുവൽ അസീസുർ റഹീം. സല്ലല്ലാഹുൽ അലിയ്യുൽ അസീം. സൂറത്തുർ റൂമിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ആയത്തുകളുടെ പഠനം നമ്മൾ ഇന്ന് തുടങ്ങുന്നില്ല. ഈ സൂറത്തിന്റെ പശ്ചാത്തലം, ഈ സൂറത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ ഈ സൂറത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനിവാര്യമായും മനസ്സിലാക്കി വെക്കേണ്ട ചരിത്ര വസ്തുതകൾ, ഇതൊക്കെയാണ് നമ്മൾ 2 ദിവസമായിട്ട് പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തോടെ സൂറത്തിന്റെ പശ്ചാത്തലമായി വന്നിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയിൽ കൊണ്ടുവരുന്നത് അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 2 പ്രമുഖ സാമ്രാജ്യങ്ങൾ ഈ സൂറത്തിന്റെ അവതരണ കാലത്ത് ലോകത്തേറ്റവും കൊമ്പുകോർക്കുന്ന അവസ്ഥയിലുണ്ടായിരുന്ന 2 പ്രമുഖ സാമ്രാജ്യങ്ങൾ, ഒന്ന് റോമും മറ്റത് പേർഷ്യയുമായിരുന്നു എന്നത് നമ്മൾ കാണുകയുണ്ടായി. റോമിന്റെ അധീനതയിലായി ഉണ്ടായിരുന്ന ജോർഡാൻ, സിറിയ, പലസ്തീൻ പോലെയുള്ള അറബ് ഭൂപ്രദേശങ്ങൾ, അതല്ലെങ്കിൽ മക്കയിൽ നിന്ന് വളരെ അകലെയല്ലാത്ത പ്രദേശങ്ങൾ, റോമിന് നഷ്ടപ്പെടുന്ന വിധത്തിൽ പേർഷ്യയുമായുള്ള, അല്ലെങ്കിൽ പേർഷ്യയുടെ ആക്രമണത്തിൽ റോമിന് പരാജയമുണ്ടായ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്തിന്റെ തുടക്കം. എന്നാൽ ഈ പരാജയം നീണ്ടു നിൽക്കാൻ പോകുന്നില്ല. ഏതാനും വർഷങ്ങൾക്കുള്ളിലായിട്ട് റോം വിജയിച്ചു മുന്നേറും എന്ന ഒരു പ്രവചനം കൂടി ഇവിടെ തുടക്കത്തിൽ തന്നെ നൽകപ്പെടുന്നുണ്ട്. വളരെ അവിശ്വസനീയമായിരുന്നു അങ്ങനെ ഒരു പ്രവചനം ആ ഒരു ഘട്ടത്തിൽ എന്നാണ് ചരിത്ര വസ്തുതകൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. മക്കയിലെ ആളുകൾക്ക് ചായ്വുണ്ടായിരുന്നത് പേർഷ്യയോടും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും മാനസികമായി അടുപ്പമുണ്ടായിരുന്നത് റോമിനോടുമായിരുന്നു. ഈ ലോകതലത്തിൽ നടന്ന ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പല കാരണങ്ങളും അതിനുണ്ട്. പേർഷ്യ അന്ന് ബഹുദൈവാരാധനയുടെ
അല്ലെങ്കിൽ ബഹുദൈവത്വത്തിന്റെ ഒരു സംസ്കാരത്തെയും രീതികളെയും പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാജ്യമായിരുന്നു. പേർഷ്യൻ സംസ്കാരം അഗ്നി ആരാധകരായ ആളുകളുടെ അതിനോടനുബന്ധമായുള്ള ബഹുദൈവത്വത്തിന്റെ ഒക്കെ ഒരു കേന്ദ്രമായിരുന്നതാണ്. ഒറ്റവാക്കിൽ അതിന് മജൂസിയത്ത് എന്ന് വിളിക്കാം. എന്നാൽ റോമൻ സംസ്കാരം, റോമൻ സമൂഹം, റോമിന്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളും റോമുമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്ന എത്യോപ്യ പോലെയുള്ള രാജ്യങ്ങളും ഒക്കെ തന്നെ മസീഹിയത്തിന്റെ പക്ഷത്തായിരുന്നു എന്നതും മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി രംഗത്ത് വരുന്നത് വരെ ലോകത്ത് ദൈവിക സന്ദേശം പിന്തുടരുന്ന ഒരു സമൂഹം എന്നുള്ള നിലക്ക് പല വ്യതിചലനങ്ങളും പല വഴിവിട്ട സഞ്ചാരങ്ങളും ഒക്കെ അവർ നടത്തിയിട്ടുണ്ടെങ്കിലും അന്നത്തെ ഇസ്ലാമിന്റെ രൂപം അല്ലെങ്കിൽ അവസാനമായി ലോകത്ത് വന്ന പ്രവാചകന്റെ സന്ദേശത്തിന്റെ പിന്മുറക്കാർ എന്നുള്ള നിലക്ക് നിലക്കൊണ്ടിരുന്നത് റോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോമിന് കൂറും വിധേയത്വവും ഒക്കെ നൽകുന്ന രാജ്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ക്രൈസ്തവ ലോകം. ഈ ക്രൈസ്തവ ലോകത്തിനോടാണ് യഥാർത്ഥത്തിൽ സത്യവിശ്വാസികൾക്ക് മാനസികമായ പൊരുത്തം ഉണ്ടായിരുന്നത്. അതിന് വേറെയും ഒരു കാരണം ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിലാണ് എത്യോപ്യയിലേക്കുള്ള മുസ്ലിങ്ങളുടെ ഹിജ്റ നടക്കുന്നതും വളരെ അനുഭാവപൂർവമായി പലായനം ചെയ്തു വന്ന 100ഓളം ഉള്ള ആദ്യകാല മുസ്ലിങ്ങളെ എത്യോപ്യൻ രാജാവും അയാളുടെ സംവിധാനങ്ങളും ഒക്കെ തന്നെയും വളരെ സന്തോഷപൂർവവും സ്വീകരിക്കുകയും അവർക്ക് അഭയം നൽകുകയൊക്കെ ചെയ്തു എന്ന ഒരു പശ്ചാത്തലവും അതിനുണ്ട്. രണ്ട് കാരണങ്ങളും അതിന് നമുക്ക് കാണാവുന്നതാണ്. ഒന്ന്, ബഹുദൈവത്വത്തിന്റെ പല ലക്ഷണങ്ങളും ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു കയറി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു സമൂഹം എന്ന നിലക്ക് അവര് അള്ളാഹുവിന്റെ ഏകത്വം ഉദ്ഘോഷിക്കുന്നവരും പാരത്രിക ജീവിതത്തിൽ വിശ്വാസമുള്ളവരും പ്രവാചകന്മാരിലും ദൈവിക വെളിപ്പാടിലുമൊക്കെ വിശ്വാസമുള്ളവരൊക്കെ ആയിരുന്നു. വ്യതിചലനങ്ങൾ തീർച്ചയായിട്ടും വളരെ പ്രകടമായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നതൊരു വസ്തുതയുമാണ്. എന്നാൽ ക്രൈസ്തവ സമൂഹത്തില് നജാഷിയെ പോലെയുള്ള കറകളഞ്ഞ ഏകദൈവ വിശ്വാസത്തിന്റെ ആളുകളും ഉണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അപ്പൊ ഈ രണ്ട് കാരണങ്ങള് ആയിരിക്കണം മുസ്ലിം സമൂഹത്തിന് മക്കയിൽ അന്ന് ഈ രണ്ട് ലോകരാജ്യങ്ങളുമായി അല്ലെങ്കിൽ ഈ രണ്ട് സാമ്രാജ്യങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയ വിഷയം വന്നപ്പോ മുസ്ലിങ്ങൾക്ക് ഒരു വിധേയത്വവും ഒരു പിന്തുണയും ഒക്കെ തോന്നുകയുണ്ടായത് റോമിനോടായിരുന്നു. മക്കയിലെ മുശ്രിക്കുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിച്ച നിഷേധികളായി നിലകൊണ്ട ആളുകൾക്ക്, ഖുറൈശികൾക്ക് ഒക്കെ അടുപ്പം തോന്നിയിരുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തോടും അതിന്റെ ആളുകളോടുമായിരുന്നു. അപ്പൊ ഈ ഘട്ടത്തില് റോം പരാജയപ്പെടുത്തപ്പെട്ടു. സമീപ ഭൂപ്രദേശങ്ങളിൽ, ജോർഡാൻ, സിറിയ, പലസ്തീൻ പോലെയുള്ള പ്രദേശങ്ങളിൽ ഖോസ്രോ പർവേസ് എന്ന പേരിൽ അറിയപ്പെട്ട പേർഷ്യൻ ചക്രവർത്തി റോമ ചക്രവർത്തിയായ സീസർ ഹെർക്കുലീസ് എന്ന ആഫ്രിക്കൻ രാജ്യത്ത് നിന്ന് വന്ന് റോമിന്റെ ചുമതല ഏറ്റെടുക്കാൻ സന്നദ്ധനായ, സീസർ എന്ന പേരിൽ സ്ഥാനം ഏൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന റോമിന്റെ ചക്രവർത്തിക്ക് റോമിനെ വേണ്ട വിധത്തില്, റോമൻ പ്രദേശങ്ങളെ വേണ്ട വിധത്തില് പേർഷ്യക്കാരിൽ നിന്ന് പ്രതിരോധിച്ചു നിർത്താൻ സാധിക്കുകയുണ്ടായില്ല എന്നതാണ് ആ ഘട്ടത്തിലെ
റോമൻ സാമ്രാജ്യം നേരിട്ട ഒരു മുഖ്യമായ പ്രശ്നം, ഒരു വിഷയം. അതാണ് ഈ പ്രദേശങ്ങളിൽ റോമിന് നേരിടേണ്ടി വന്ന പരാജയമായിട്ട് ഇവിടെ ചിത്രീകരിക്കപ്പെടുന്നത്. ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് റോമ സാമ്രാജ്യം മുഴുവനായും തന്നെ തകർക്കപ്പെടും, പൂർണ്ണമായും റോമൻ ആധിപത്യം എല്ലായിടങ്ങളിലും അവസാനിക്കും, പേർഷ്യ അവരെ തകർത്തു കളയും എന്നതൊക്കെയായിരുന്നു മനസ്സിലാക്കപ്പെട്ടിരുന്ന കാര്യം. ആ ഒരു ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആന്റെ ഇങ്ങനെ ഒരു പ്രവചനം ഉണ്ടാകുന്നത്. സമീപ പ്രദേശങ്ങളിൽ റോം പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, പക്ഷെ അവര് വൈകാത്ത ഭാവിയിൽ തന്നെ, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ വിജയശ്രീലാളിതരാകാൻ പോവുകയാണ് എന്ന ഒരു കാര്യം. ഈ പ്രവചനം പക്ഷെ മക്കയിലെ ഖുറൈശി സമൂഹത്തിലും അതുപോലെ അറബ് സമൂഹത്തിൽ പൊതുവായും ഒക്കെ വളരെ അപഹാസ്യമായ ഒരു കാര്യമായിട്ടാണ് അവർക്ക് അനുഭവപ്പെട്ടത്. അവരൊക്കെയും വിശുദ്ധ ഖുർആന്റെ ഈ പ്രവചനത്തെ പരിഹസിക്കുകയും അതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും കളിയാക്കി ചിരിക്കുകയൊക്കെയാണ് ആ ഘട്ടത്തിൽ ചെയ്തത്. അപ്പോ മുസ്ലിങ്ങൾക്ക് റോമിന്റെ ആ പരാജയത്തിൽ ഒരിക്കലും തന്നെ സന്തോഷമുണ്ടായിരുന്നില്ല. കാരണം അവർക്ക് മാനസികമായി യോജിപ്പുണ്ടായിരുന്ന, അവർക്ക് പല ഘട്ടങ്ങളിലും പിന്തുണയും സഹായവും ഒക്കെ ഉണ്ടായിരുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ പിന്മുറക്കാരായി ആ കാലഘട്ടത്തിൽ ലോകത്ത് രംഗത്തുണ്ടായിരുന്ന ആളുകൾ എന്ന നിലക്ക് റോം പരാജയപ്പെടുന്നത് അവരിഷ്ടപ്പെട്ടിരുന്നില്ല എന്നതാണ് വസ്തുത. വളരെ ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിൽ റോമിന് ശക്തി സംഭരിക്കാൻ സാധിക്കും, റോം വിജയിക്കും എന്നൊക്കെ പറയുന്നത് വളരെ അവിശ്വസനീയമായിട്ട് തോന്നിയിരുന്ന ഒരു കാര്യവുമായിരുന്നു. ചരിത്രകാരൻ ഗിബൺ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പ്രവചനത്തിന് ശേഷം, ഖുർആൻ നടത്തിയ ഈ പ്രവചനത്തിന് ശേഷം ഒരു 8 വർഷങ്ങൾക്കുള്ളിലായി പേർഷ്യയെ ജയിച്ചടക്കാൻ റോമിന് സാധിച്ചു എന്നത് ചരിത്രത്തിലെ വളരെ വിസ്മയകരമായ ഒരു കാര്യമാണ് എന്നത് AC ഗിബൺ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ ഖുർആൻ ഈ പ്രവചനം നടത്തിയ ഘട്ടത്തിൽ അത് തീർത്തും അവിശ്വസനീയമായിരുന്നു എന്ന കാര്യവും ചരിത്രകാരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. റോം നിലനിന്നു പോകുമോ എന്ന കാര്യം പോലും സംശയമായിരുന്ന ഒരു ഘട്ടത്തിലാണ് ഖുർആൻ ഈ പ്രവചനം നടത്തുന്നത്. ഇതാണ് ഇസ്ലാം ഉൾക്കൊള്ളാൻ സന്നദ്ധരാവാതിരുന്ന മക്കയിലെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും വളരെയേറെ പരിഹസിക്കാനും കളിയാക്കി ചിരിക്കാനും ഒക്കെ കാരണമായ സംഗതി. ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ളത്, മക്കയിലെ ഒരു പ്രമുഖനായിരുന്ന ഉബയ്യ് ഇബ്നു ഖലഫ്, അദ്ദേഹം സത്യവിശ്വാസ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലാത്ത ഒരാളാണ്. അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഒരു വാതുവെപ്പിന് അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ ഖുർആനിൽ റോമിന് വിജയമുണ്ടാകും എന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബെറ്റ് വെക്കാൻ, ഒരു വാതുവെപ്പ് നടത്താൻ ഒരുക്കമാണോ എന്നാണ് ഉബയ്യ് ഇബ്നു ഖലഫ് ചോദിക്കുകയുണ്ടായത്. അദ്ദേഹം തുടർന്ന് പറഞ്ഞത്, 3 വർഷത്തിനുള്ളിൽ റോമാക്കാർ വിജയിക്കുകയാണെങ്കിൽ 10 ഒട്ടകം താൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായിട്ട് നൽകാം. 3 വർഷത്തിനുള്ളിൽ റോമാക്കാർ വിജയിക്കുന്നില്ലെങ്കിൽ പകരം 10 ഒട്ടകം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു ഖലഫിന് നൽകണം എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം. വിശുദ്ധ ഖുർആന്റെ ആയത്തില്
നമ്മൾ വായിച്ചു വെച്ച ആ സൂറത്തിന്റെ ആദ്യ ഭാഗത്തിലെ മൂന്നാമത്തെ ആയത്തില് ഫി ബിലോയ്സിനീൻ എന്നൊരു പ്രയോഗമുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഉബയ്യ് ഇബ്നു ഖലഫ് ഈ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഏതാനും വർഷങ്ങൾക്കുള്ളിലായി റോം വിജയിച്ചു മുന്നേറും എന്ന് പ്രവചിച്ച ഈ കാര്യം, അപ്പോ ഈ ഫി ബിലോയ്സിനീൻ ഏതാനും വർഷങ്ങൾക്കുള്ളിലായി എന്ന ഈ അറബി ഭാഷയിലെ പ്രയോഗത്തിന് ഭാഷ അറിയാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമല്ലാത്ത ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു സൂചനയുണ്ട്. ബിലർ എന്ന അറബി വാക്ക് ഏതാനും എന്നാണ് നമ്മൾ സാധാരണ അർത്ഥം പറയാറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 3 ഏറ്റവും കൂടിയാൽ 9 എന്നതാണ് അതിന്റെ സൂചന. ഉബയ്യ് ഇബ്നു ഖലഫ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വന്ന് കണ്ട് പറഞ്ഞ ഘട്ടത്തില് 3 വർഷത്തിനുള്ളിൽ എന്ന് പറയുന്നതിന്റെ ഒരു താല്പര്യം ചുരുങ്ങിയത് 3 വർഷം എന്നൊരു സൂചന ഈ പ്രയോഗത്തിൽ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ഇതേ പ്രയോഗത്തിന് 10 താഴെ 9 വർഷമെങ്കിലും എന്ന ഒരു സൂചനയും അടങ്ങിയിട്ടുണ്ട്. അപ്പോ 3 മുതൽ 9 വരെ വർഷങ്ങൾക്കുള്ളിലായി എന്നാണ് കൃത്യമായിട്ട് ഖുർആൻ നൽകുന്ന സൂചന. അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കല് വാതുവെപ്പിനു വേണ്ടി വെല്ലുവിളിച്ചുകൊണ്ട് ഉബയ്യ് ഇബ്നു ഖലഫ് വന്നപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ആ കാര്യം പറയുകയാണ്. അവര് എന്നോട് വാതുവെപ്പിനു വേണ്ടി വെല്ലുവിളിക്കുന്നുണ്ട്. 10 ഒട്ടകമാണ്. 3 വർഷത്തിനുള്ളിൽ റോം വിജയിക്കുകയാണെങ്കിൽ എനിക്ക് 10 ഒട്ടകം തരാം. അഥവാ വിജയിക്കുന്നില്ലെങ്കിൽ ഞാൻ അയാൾക്ക് 10 ഒട്ടകം കൊടുക്കണം എന്ന നിലക്കാണ് വാതുവെപ്പിന്റെ നിബന്ധന എന്നൊക്കെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞു. ആ ഘട്ടത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നത് ഇങ്ങനെയാണ്: അതില് ചെറിയൊരു മാറ്റം വരുത്തണം. ബിലോയ് സിനീൻ എന്ന് പറഞ്ഞത് 10 താഴെ വർഷങ്ങളാണ്. 10 ആയാലും ബിലോയ് എന്ന് പറയില്ല. അപ്പൊ 10 താഴെയുള്ളതാവണം. 9 എന്ന് നമുക്ക് കാണാം. അപ്പോ 3 മുതൽ 9 വരെ വർഷങ്ങളാണ് അതിന്റെ സൂചന. അതുകൊണ്ട് ഈ വാതുവെപ്പിന്റെ നിബന്ധന 10 വർഷത്തിനുള്ളിൽ എന്ന് മാറ്റുക. അതുപോലെ 10 ഒട്ടകം എന്നുള്ളത് 100 ഒട്ടകം എന്നും ആക്കിക്കോളും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. വിശുദ്ധ ഖുർആന്റെ പ്രവചനം എന്നുള്ള നിലക്ക് കൃത്യതയുള്ളതും സത്യമായി പുലരുമെന്നതും തീർച്ചയാണ് എന്നതിനാൽ അതിന്റെ സൂചനകളുടെ പരമാവധി സാധ്യത പ്രയോജനപ്പെടുത്തുക എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശം നൽകുന്നത്. ഉറപ്പായിട്ടും റോം വിജയിക്കും പറഞ്ഞത് ഖുർആനാണ്. പക്ഷെ 3 വർഷത്തിനുള്ളിൽ എന്ന് പറഞ്ഞത് ആയിക്കൊള്ളുന്നില്ല. ഖുർആന്റെ വാക്കുകളുടെ അർത്ഥം അത് 10 വർഷത്തിൽ താഴെ എന്നതാണ്. അതുകൊണ്ട് ഈ കാലയളവ് 10 വർഷത്തിൽ താഴെ എന്നും അതുപോലെ പാരിതോഷികമായിട്ട് നൽകേണ്ടത് 100 ഒട്ടകവും എന്നാക്കി മാറ്റുക എന്നതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉബയ്യ് ഇബ്നു ഖലഫിന്റെ അടുക്കൽ വന്ന് ഈ കാര്യം ഉണർത്തുകയും അദ്ദേഹം അത് അംഗീകരിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച വിധത്തിലുള്ള വാതുവെപ്പ് നടത്തുകയും ചെയ്തു. ഇതാണ് സംഭവം. ഇത് മക്കയിലെ സത്യനിഷേധികൾ എത്രത്തോളം വിശുദ്ധ ഖുർആന്റെ ഈ പ്രവചനത്തെ അവിശ്വസിച്ചിരുന്നു എന്നത് കൂടി സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം AD 622 മദീനയിലേക്ക് ഹിജ്റ ചെയ്യുന്നത്. മദീനയില് ഹിജ്റ ചെയ്തെത്തി 2ാമത്തെ വർഷമാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്. ഈ ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് വലിയ വിജയം നേടാൻ സാധിച്ച അതേ ഘട്ടത്തിലാണ് ഹെർക്കുലീസ് രാജാവ്, സീസർ ഹെർക്കുലീസ് എന്ന റോമൻ ചക്രവർത്തി പേർഷ്യയെ പരാജയപ്പെടുത്തി പേർഷ്യയുടെ മേൽ വിജയം നേടുന്നത്. അപ്പൊ AD 607
615 ഉണ്ടായ ഈ വാതുവെപ്പ്, പേർഷ്യയുടെ റോമിന്റെ മേലുള്ള ഈ കടന്നുകയറ്റത്തിനെ തുടർന്ന്, റോമിന്റെ പരാജയത്തിനെ തുടർന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉബയ്യ് ഇബ്നു ഖലഫും തമ്മിൽ നടന്ന ഈ വാതുവെപ്പ് കഴിഞ്ഞ് ഏകദേശം 7 വർഷം പിന്നിട്ട ഘട്ടത്തിലാണ് ബദറിൽ മുസ്ലിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതും അതേ വർഷം തന്നെ പേർഷ്യയുടെ മേൽ റോമൻ ചക്രവർത്തി വിജയം നേടുന്നതും. ഇതൊരു സിംഗിൾ ഇൻസിഡന്റ് ആയിട്ട് നമുക്ക് പരിമിതപ്പെടുത്തേണ്ടതില്ല. അതിനെ തുടർന്നുള്ള വർഷങ്ങളിൽ പല ഘട്ടങ്ങളിലായിട്ട് റോമിന് പേർഷ്യയുടെ മേൽ വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ 1-2 വർഷങ്ങൾക്കുള്ളിലായി പേർഷ്യയുടെ, അവര് അഗ്നി ആരാധകരായിരുന്നല്ലോ, അവരുടെ ഏറ്റവും വലിയ അഗ്നികുണ്ഡം തകർക്കപ്പെടുന്ന, നശിപ്പിക്കപ്പെടുന്ന ഒരു സംഭവം പോലും റോമാക്കാരുടെ ആക്രമണത്തിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോ ഈ ഖുർആന്റെ പ്രവചനത്തിൽ ഇവിടെ യൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂൻ എന്നൊരു പ്രയോഗം കാണാം. റോം ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വിജയിച്ചു മുന്നേറും എന്ന് പറഞ്ഞ അതിനോട് ചേർത്തുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നത് ആ ഘട്ടത്തില് സത്യവിശ്വാസികൾ ആഹ്ലാദ ചിത്തരായിരിക്കും എന്നാണ്. റോം വിജയിച്ചതിന്റെ പേരിൽ മാത്രമുള്ള ആഹ്ലാദമല്ല, മറിച്ച് അവർക്ക് തന്നെ, സത്യവിശ്വാസികൾക്ക് തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് തന്നെ ഒരു വലിയ വിജയം നേടാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലായിരിക്കും അവര് എന്നൊരു കാര്യം കൂടി അവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബദറിന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചത്. ബദറിൽ മുസ്ലിങ്ങൾക്ക് നേടാൻ സാധിച്ച വിജയം, ആ വിജയമുണ്ടായ ഘട്ടത്തിൽ തന്നെയാണ് റോമിന് പേർഷ്യക്ക് മേൽ വിജയം നേടാൻ സാധിക്കുകയുണ്ടായത് എന്നത്. ഈ രണ്ട് സംഭവങ്ങളും വിശുദ്ധ ഖുർആൻ ഇവിടെ സൂറത്ത് റൂമിന്റെ തുടക്കത്തിൽ നടത്തുന്ന പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായി പുലരുകയായിരുന്നു എന്നതാണ് കാണിക്കുന്നത്. അപ്പോ പേർഷ്യൻ സൈന്യത്തിന് ഹെർക്കുലീസ് രാജാവിന്റെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ ഇതിനെ തുടർന്ന് പലതവണ ഏറ്റുവാങ്ങേണ്ടി വന്നു. പല വിധത്തിലുള്ള ആഘാതങ്ങൾ പേർഷ്യൻ പക്ഷത്തിന് അവരുണ്ടാക്കിക്കൊണ്ടിരുന്നു. AD 628 കോസ്റോ പെർവേസിന്റെ ഒരുപക്ഷെ റോമിന്റെ ചില രഹസ്യ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് കൂടി ആവാൻ സാധ്യതയുണ്ട്. കോസ്റോ പർവേസിന്റെ എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തില് ഒരു അട്ടിമറി, ഒരു വിപ്ലവം, കൊട്ടാര വിപ്ലവം അരങ്ങേറുകയുണ്ടായി. കോസ്റോ പർവേസ് ബന്ധനസ്ഥനായി. അയാളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അയാളുടെ 18 മക്കളും വധിക്കപ്പെട്ടു. അയാള് കൽത്തുറുങ്കിൽ അടക്കപ്പെട്ടു. അങ്ങനെ കൽത്തുറുങ്കിൽ തടവിൽ കഴിയുന്ന ഘട്ടത്തിൽ തന്നെ അയാള് തടവിലേറ്റുവാങ്ങേണ്ടി വന്ന പീഡനങ്ങളുടെ ഒക്കെ കാരണമായിട്ട് തടവറയിൽ വെച്ച് മരിക്കുകയാണ് അയാൾ. ഈ സംഭവം തടവറയിൽ വെച്ച് ഖൊസ്രോ പർവേസ് ചക്രവർത്തി മരണമടയുന്ന ആ ഘട്ടത്തിലാണ് വിശുദ്ധ ഖുർആൻ മുസ്ലിമീങ്ങൾക്കുള്ള വലിയ ഒരു മഹത്തായ വിജയം എന്ന് വിശേഷിപ്പിക്കുന്ന ഹുദൈബിയ സന്ധി നടപ്പിലാക്കപ്പെടുന്നത്. ഹിജ്റ 6-ാം വർഷമാണത്. ഹിജ്റ 6-ാം വർഷത്തിൽ നടന്ന ആ ഹുദൈബിയ സന്ധി, മക്കയിലെ മുശ്രിക്കുകളുമായി നടത്തിയ സന്ധി, അത് പ്രത്യക്ഷത്തിൽ വലിയ പരാജയമായിരുന്നു മുസ്ലിങ്ങൾക്ക് എന്ന് തോന്നുമെങ്കിലും അള്ളാഹു അതിനെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് വിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ളത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഏത് വിധത്തിലാണ് അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമായത് എന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോ പോകുന്നില്ല. അപ്പോ വിശുദ്ധ ഖുർആൻ മഹത്തായ വിജയം എന്ന് പരാമർശിച്ച ആ സംഭവം, ഹുദൈബിയ സന്ധി നടക്കുന്നത് ഖൊസ്രോ പർവേസ് ചക്രവർത്തി തടവറയിൽ
മരിക്കാനിടയായ ഏകദേശം ആ ഒരു കാലത്താണ്. അതിനെ തുടർന്നാണ് അടുത്ത വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടം വീട്ടൽ ഉംറ എന്ന പേരിൽ അറിയപ്പെട്ട ഉംറത്തുൽ ഖളാ നിർവഹിക്കപ്പെടുന്നത്. അത് സത്യമായി പുലരുന്ന സംഭവം. യഥാർത്ഥത്തിൽ അതും വളരെ അവിശ്വസനീയമായ ഒരു സംഗതി നടപ്പിലായ പോലെയാണ് എല്ലാവർക്കും അനുഭവപ്പെട്ടിരുന്നത്. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ തുടർന്ന് ബദറിലും തുടർന്നുണ്ടായ തുടർ വർഷങ്ങളില് ഹുദൈബിയയിലും ഉംറത്തുൽ ഖളാഇന്റെ സന്ദർഭങ്ങളിലൊക്കെ ആയിട്ട് റോമിനുണ്ടായ വിജയവും അതിന് സമാന്തരമായി അല്ലെങ്കിൽ അതേ ഘട്ടത്തിൽ സത്യവിശ്വാസികൾക്ക് ആഹ്ലാദിക്കാൻ കാരണമായ പല സംഭവങ്ങളും ഉണ്ടായത് വിശുദ്ധ ഖുർആൻ നടത്തിയിട്ടുള്ള ഈ പ്രവചനം അക്ഷരം പ്രതി പുലരുകയായിരുന്നു എന്ന കാര്യം ഈ പന്തയത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഈ വാതുവെപ്പില് പങ്കെടുത്ത ഉബയ്യ് ഇബ്നു ഖലഫിന്റെ പിന്മുറക്കാർക്ക് കൃത്യമായിട്ടും ബോധ്യപ്പെടുകയുണ്ടായി. ഉബയ്യ് ഇബ്നു ഖലഫ് അപ്പോഴേക്ക് മരിച്ചുപോയിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉബയ്യ് ഇബ്നു ഖലഫിന്റെ അനന്തരാവകാശികള് അവരുടെ പൂർവികന് സംഭവിച്ച അദ്ദേഹത്തിന്റെ വാതുവെപ്പിലുണ്ടായ പരാജയം സമ്മതിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന് നൽകേണ്ടിയിരുന്ന 100 ഒട്ടകങ്ങളെ പാരിതോഷികമായി നൽകുകയുണ്ടായി എന്നാണ് ചരിത്രം വെളിപ്പെടുത്തുന്നത്. ഇങ്ങനെ വാതുവെപ്പ് നടത്തി ചൂതാട്ട രൂപത്തിൽ ലാഭം കൊയ്യുക എന്നത് ഇസ്ലാം അനുവദിക്കുന്ന ഒരു സംഗതിയല്ല. പക്ഷെ ശത്രുക്കളുമായി ഉണ്ടായ ഈ വാതുവെപ്പിന്റെ വിജയം, അതിന്റെ പൂർത്തീകരണം എന്നുള്ള നിലക്ക് അത് നടപ്പിലാക്കുവാനും എന്നിട്ട് സ്വന്തം ആവശ്യത്തിനു വേണ്ടി അത് പ്രയോജനപ്പെടുത്താതെ പാരിതോഷികമായി നൽകപ്പെട്ട ഒട്ടകങ്ങൾ ദാനം ചെയ്യാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചത് എന്നും ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോ വിശുദ്ധ ഖുർആനിൽ ഇവിടെ നടത്തപ്പെടുന്ന പ്രവചനം ഈ രണ്ട് സാമ്രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ അന്തർദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രവചനം സത്യമായി പുലരുകയുണ്ടായി എന്നത് ആ വാതുവെപ്പില് തങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന കാര്യം ഉബയ്യ് ഇബ്നു ഖലഫിന്റെ പിന്മുറക്കാര് അംഗീകരിച്ചുകൊണ്ട് ആ പാരിതോഷികം നൽകുക വഴി സ്ഥിരപ്പെട്ട ഒരു സംഗതിയാണ്. ഇങ്ങനെ ഒരു പ്രവചനം, ഈ രാഷ്ട്രീയ പ്രവചനം പൂർണ്ണമായി അക്ഷരം പ്രതി സത്യമായി പുലർന്നു എന്നത് ആ ഘട്ടത്തിലെ അറബ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്നതിനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ് എന്നതിനും അതുപോലെ ഭാവി ഭൂത വർത്തമാനങ്ങൾ ഒരുപോലെ അറിയുന്നവനാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു എന്ന കാര്യത്തിനുമൊക്കെയുള്ള അവരെ ബോധ്യപ്പെടുത്തുന്ന കൃത്യതയുള്ള ഒരു പ്രമാണവും തെളിവും ഒക്കെയായിട്ടാണ് മനസ്സിലാക്കപ്പെടുകയുണ്ടായത്. അപ്പൊ ഇതാണ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര പശ്ചാത്തലം. രണ്ട് സാമ്രാജ്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്, റോമ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും. ഈ രണ്ട് സാമ്രാജ്യങ്ങളും രണ്ട് സംസ്കാരങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ വിശ്വാസ ദർശനം ഉൾക്കൊണ്ടിരുന്ന സമൂഹങ്ങളായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. മുസ്ലിമുകൾക്ക് അല്പം ആഭിമുഖ്യം ഉണ്ടായിരുന്നതും ചായ്വ് ഉണ്ടായിരുന്നതും റോമ സാമ്രാജ്യത്തോടായിരുന്നു. വൈകാതെ തന്നെ ആ ചായ്വിനും ആ മാനസിക പൊരുത്തത്തിനും ഒക്കെ പിന്നീട് ഇടിവ് സംഭവിക്കുന്നുണ്ട്. ഈ ഘട്ടത്തില് ക്രൈസ്തവ സമൂഹത്തിന്റെ ആളുകൾ ആരും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വസിക്കുകയുണ്ടായിട്ടില്ല. ആ ഘട്ടത്തിൽ യഹൂദര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയുകയും അദ്ദേഹത്തെ അവിശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച റോമിനെതിരെയുള്ള ഈ പേർഷ്യൻ ചക്രവർത്തിയുടെ കടന്നുകയറ്റത്തില്
ചില വിഘടിത ക്രൈസ്തവ വിഭാഗങ്ങള് പേർഷ്യൻ ചക്രവർത്തിയെ സഹായിച്ചു, പിന്തുണച്ചു എന്നത് നമ്മൾ കാണുകയുണ്ടായതാണ്. അതേപോലെ ഒരു വലിയ എണ്ണം, ഒരു 26,000-ഓളം വരുന്ന യഹൂദ ഭടന്മാരും അദ്ദേഹത്തെ സഹായിക്കാൻ രംഗത്ത് വന്നു, പേർഷ്യൻ ചക്രവർത്തിയെ സഹായിക്കാൻ വേണ്ടി രംഗത്ത് വന്നു എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പൊ യഹൂദ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയും തള്ളിക്കളയുകയോ ഒക്കെ ചെയ്തിരുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കാൻ ക്രൈസ്തവ സമൂഹം ആ ഘട്ടത്തില് സന്നദ്ധരായിട്ടുണ്ടായിരുന്നില്ല. എന്നുമല്ല, വറഖത്ത് ബിൻ നൗഫലിനെയും അതുപോലെ നജാഷി രാജാവിനെയും പോലെയുള്ള ധാരാളം ആളുകൾ, ക്രൈസ്തവ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹുവിന്റെ ദൂതനായിട്ട് അംഗീകരിക്കുകയും ആ ജീവിത സരണി പിന്തുടരല് തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന്റെ തന്നെ ഭാഗമായി ഉൾക്കൊള്ളേണ്ട കാര്യമാണ് എന്നത് ബോധ്യപ്പെടുകയും അത് അനുസരിച്ച് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ക്രൈസ്തവ സമൂഹത്തിൽ പലരും ഉണ്ടായിരുന്നു. പിന്നീടാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവര് നിഷേധികളായി മാറുന്ന ഒരു പ്രവണതയിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഞാൻ 2-3 ദിവസങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. വളരെ സംക്ഷിപ്തമായിട്ട് ഈ സൂറത്തിന്റെ ഉള്ളടക്കം എന്താണ് എന്നത് കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സൂറത്ത് തുടങ്ങുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോമിന്റെ പരാജയത്തെ, സമീപ പ്രദേശങ്ങളിൽ റോമിന് ഏറ്റുവാങ്ങേണ്ടി വന്ന പരാജയത്തെ പരാമർശിച്ചുകൊണ്ടാണ്. റോമിന് ആ ഘട്ടത്തിൽ വളരെ മാനഹാനി ഉണ്ടാക്കിയ പരാജയം തന്നെയാണ് അത് എങ്കിൽ പോലും വൈകാതെ തന്നെ റോം വിജയം വരിക്കുന്നതാണ് എന്നതാണ് ഖുർആൻ തുടർന്ന് നടത്തുന്ന പ്രവചനം. അപ്പോ ആളുകൾ കരുതിയിരുന്നത് പോലെ ആ സാമ്രാജ്യത്തിന്റെ അന്ത്യം അതോടെ വന്നു എന്നത് അതൊരു തെറ്റായ ധാരണയായിരുന്നു ആളുകളെ സംബന്ധിച്ചിടത്തോളം. റോമ സാമ്രാജ്യം പേർഷ്യയുടെ ആക്രമണത്തില് പൂർണ്ണമായി തകർന്നു പോവുകയല്ല, വൈകാതെ തന്നെ റോം ഉയർത്തെഴുന്നേറ്റ് ശക്തി പ്രാപിച്ച് പേർഷ്യൻ ചക്രവർത്തിയെ പരാജയപ്പെടുത്തുന്നതിലേക്ക് വരെ കാര്യങ്ങൾ പോവുകയാണ് ചെയ്യുന്നത്. വർഷങ്ങൾക്കകം സ്ഥിതി മാറി, അതുപോലെ റോം ജേതാക്കളായി മാറി. ഇതാണ് ഇതിലെ പരാമർശിക്കപ്പെടുന്ന ആദ്യ ഭാഗത്ത് വരുന്ന വിഷയം. മനുഷ്യന് നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. അവരുടെ വിലയിരുത്തലിലോ കാര്യങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടുള്ള അവരുടെ പറയാനുള്ള ശ്രമങ്ങളിലോ ഒന്നും തന്നെ റോമിന് പേർഷ്യയുടെ മേൽ ഇങ്ങനെ ഒരു വിജയം ഉണ്ടാകുന്ന കാര്യം പറയാൻ കഴിയുന്നതല്ല. ഒന്നുകിൽ അത് രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ ഫലമായിട്ട് പറയാൻ സാധിക്കണം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് നേരത്തെ അറിയാനുള്ള വല്ല സംവിധാനവും അങ്ങനെ പറയുന്ന ആൾക്ക് ഉണ്ടാവണം. രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയിട്ട് പറയുകയാണെങ്കിൽ അതിനുള്ള സൂചനകളൊന്നും അന്ന് ലഭ്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് പ്രത്യക്ഷത്തിലുള്ള മാത്രം കണ്ട് മനസ്സിലാക്കി പ്രവചനങ്ങൾ നടത്താൻ മുതിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുക സാധ്യമായിരുന്നില്ല എന്നതാണ് വസ്തുത. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നത് കൃത്യമായിട്ട് അറിയുന്ന അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമാണ് താൻ. അതുകൊണ്ട് മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങൾ നിഷേധിക്കുക എന്ന ഖുറൈശികൾ ആ ഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്ന സംഗതിയെ വിശുദ്ധ ഖുർആൻ പരോക്ഷമായിട്ട് തുറന്നു കാണിക്കുകയും ആക്രമിക്കുകയും ചെയ്യുകയാണ് ഇവിടെ. മനുഷ്യന് മരണാനന്തരം വിചാരണയുടെ ഒരു ഘട്ടം വരാനിരിക്കുന്നു. ദൗർഭാഗ്യങ്ങളുടെ ഒരു പരിണിതി ഏറ്റുവാങ്ങേണ്ട ഒരു ഘട്ടം എല്ലാവർക്കും വരാനിരിക്കുന്നു എന്ന കാര്യം നിഷേധിക്കുകയായിരുന്നു മക്കയിലെ ഖുറൈശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ. അത്
അവർക്ക് ഭാവി അറിയാത്തത് കൊണ്ടും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തത് കൊണ്ടുമാണ് സംഭവിക്കുന്നത് എന്നതാണ് ഈ റോമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് അതിനെ തുടർച്ചയായിട്ട് പറയുന്ന ചില കാര്യങ്ങളിലൂടെ അള്ളാഹു സമർത്ഥിക്കുന്നത്. തങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ, ഭാവിയുമായി ബന്ധപ്പെട്ടത് പലതും സംഭവിക്കാനുണ്ട് എന്ന ഒരു സംഗതി ഇവിടെ സ്ഥാപിതമാവുകയാണല്ലോ. എന്നാൽ ദൃശ്യതയിലുള്ളത് മാത്രം, അവർക്ക് കാണാനും വിലയിരുത്താനും പറ്റുന്നത് മാത്രം വിശ്വസിച്ചുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെയും തന്നെ പാരത്രിക ലോകത്തെ നിഷേധിക്കുന്നവരായി മാറുന്നത് അവരുടെ അജ്ഞത മൂലമാണ് എന്നതാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്ന ഒരു കാര്യം. അങ്ങനെ ക്രമേണ ഈ സംഭാഷണം പാരത്രിക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്ക്, അത് സംബന്ധമായ ചർച്ചയിലേക്ക് നീങ്ങുകയാണ്. പരലോകം എന്നത്, ദാറുൽ ആഖിറത്ത് എന്നത് സംഭവ്യമായ ഒരു കാര്യമാണ്. അത് യുക്തിസഹമാണ്. സംഭവിക്കുക എന്നത് യുക്തിബോധത്തോടെ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ അനിവാര്യമാണ് എന്നുകൂടി കാണാൻ സാധിക്കും എന്നതൊക്കെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. പരലോക ബോധത്തില് പാരത്രിക ലോകത്ത് ഒരു ജീവിതമുണ്ട് എന്ന കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ആ വിശ്വാസം ദൃഢപ്പെടുത്തിക്കൊണ്ട് മാത്രമേ മനുഷ്യ ജീവിതം ശരിയായ അടിത്തറയിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം. പാരത്രിക ലോകമില്ല, മരണാനന്തര ജീവിതമില്ല, വിചാരണയില്ല, രക്ഷയില്ല, ശിക്ഷയില്ല എന്നതൊക്കെയാണ് ആളുകൾ മനസ്സിലാക്കുന്നതെങ്കിൽ അവരുടെ ഐഹിക ലോക ജീവിതവും ശരിയാക്കിയെടുക്കാൻ സാധിക്കില്ല. അവര് താന്തോന്നികളായിട്ട്, സുഖലോലുപരായിട്ട്, ഇഷ്ടമുള്ളത് ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകളായിട്ട്, യാതൊരുവിധ ഉത്തരവാദിത്വ ബോധവും ഇല്ലാത്ത ആളുകളായിട്ട് നിലകൊള്ളും എന്നതാണ് അതിന്റെ ഫലം ആയിട്ട് സംഭവിക്കാൻ പോകുന്നത്. പരലോക ജീവിതത്തിലുള്ള വിശ്വാസം ദൃഢപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഉത്തരവാദിത്വപൂർവമായ ഒരു ജീവിതം ഈ ഭൗതിക ലോകത്ത് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന, ഈ സൂറത്ത് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി പരലോക ജീവിതം എന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ബോധ്യപ്പെടാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഇതാണ് വിശുദ്ധ ഖുർആൻ ഒട്ടനവധി തെളിവുകൾ നിരത്തിക്കൊണ്ട് മനുഷ്യന്റെ മുന്നിൽ ഇവിടെ ഈ സൂറത്തിൽ അവതരിപ്പിക്കുന്നത്. മരണാനന്തരമായി ഒരു ജീവിതമുണ്ട് എന്ന കാര്യം, ഒരു പാരത്രിക ലോകമുണ്ട് എന്ന കാര്യം നമ്മുടെ ചുറ്റുപാടുകളിലുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ബോധ്യപ്പെടാൻ കഴിയുന്ന കാര്യമാണ് എന്നത് ഈ സൂറത്തിൽ തെളിവുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ഏകദൈവത്വത്തിന്റെ അനിവാര്യത എത്രത്തോളമാണ്, ബഹുദൈവത്വം എത്രത്തോളം ബുദ്ധിശൂന്യമായ ഒരു കാര്യമാണ് തുടങ്ങിയ സംഗതികളും ഇവിടെ ചർച്ചയിൽ വരുന്നത് കാണാൻ സാധിക്കും. നിർജീവമായ മൃതപ്രായമായ ഭൂമി അള്ളാഹു അതിൽ മഴ വർഷിപ്പിച്ചുകൊണ്ട് അതിനെ ചൈതന്യവത്താക്കി ജീവന്റെ തുടിപ്പുള്ളതാക്കി മാറ്റി. അവിടെ വസന്തം വന്നു ചേരുന്നു. അതുപോലെ സസ്യലോകത്തും ജൈവലോകത്തും ഒക്കെ ജീവന്റെ തുടി കൊട്ടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങള് മനുഷ്യന് ചില കാര്യങ്ങള് അടിസ്ഥാനപരമായി അവൻ ഏറ്റുവാങ്ങാൻ പോകുന്ന ആഖിബത്ത് സംബന്ധമായി അവനെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം. പ്രവാചകത്വം എന്നത് ആളുകൾക്ക് യുക്തിതലത്തിൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് എങ്ങനെ കാണാൻ സാധിക്കും എന്നതും ഇവിടെ വളരെ സ്വീകാര്യമായ ചില ന്യായങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ കാര്യങ്ങൾ യുക്തിഭദ്രമായ വിധത്തിൽ ഉൾക്കൊണ്ട് അവയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ദൃഢപ്പെടുത്തിയ ഒരു വിശ്വാസം
ഉൾക്കൊള്ളാൻ ആളുകൾ സന്നദ്ധരാകുന്നില്ലെങ്കിൽ അതിന്റെ നഷ്ടം ആരാണ് ഏറ്റുവാങ്ങേണ്ടി വരിക എന്നതാണ് ഈ സൂറത്തിൽ അവസാനമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം. ഇതൊക്കെയാണ് ഈ സൂറത്തിന്റെ ഉള്ളടക്കമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിന്റെ പ്രമേയം അല്ലെങ്കിൽ ഈ സൂറത്തിലെ ചർച്ച ചെയ്യപ്പെടുന്ന ആശയങ്ങൾ അതിന്റെ ഏകദേശം ഒരു രൂപരേഖയാണ്, ഒരു ഔട്ട്ലൈൻ ആണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഈ സൂറത്തിന്റെ പഠനം ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം ആരംഭിക്കാം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സൂറത്തിന്റെ ചരിത്ര പശ്ചാത്തലവും അതിലെ പ്രവചനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി മനസ്സിലാക്കി വെക്കുന്നത് വളരെ പ്രയോജനകരമായിരിക്കും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.